എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് സോയാബീൻ ചങ്ക് റോസ്റ്റാണ്. വെറും സോയാബീൻ റോസ്റ്റ് അല്ല, ബീഫിനെ വെല്ലുന്ന സോയാബീൻ റോസ്റ്റാണ്. ബീഫിൻ്റെ അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചർ, അതേ ഫ്ലേവർ, അങ്ങനെ ഒരു സോയാബീൻ റോസ്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോയാബീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് നിറച്ച് പ്രോട്ടീൻസും കാൽസ്യവും അയണും ഒക്കെയാണ്. പോരാത്തതിന് അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ട്. ഇത്രയും പോഷകസമ്പുഷ്ടമായ സോയാബീൻ ശകലം രുചിയും കൂടെ ഉണ്ടെങ്കിലോ നല്ല രസമായിരിക്കും കഴിക്കാൻ. പ്രത്യേകിച്ചും നമ്മൾ വ്രതമൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നോമ്പൊക്കെ നോക്കുന്ന സമയത്ത്, അതായത് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഇത്രയും രുചികരമായൊരു റോസ്റ്റ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പം, പൊറോട്ട, ചപ്പാത്തി എന്ന് വേണ്ട, നമുക്ക് ഇറച്ചി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് സോയാബീനാണ്. അതിന് നല്ലതായിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലടിച്ചാൽ മതി. വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അത് മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് നല്ലതായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം നല്ലതായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞ് കളയണം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ശകലം വഴണ്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനെ രണ്ടും കൂടി നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത് വഴണ്ടതിന് ശേഷം ഇനി ഒരു 10 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്ത എണ്ണയിൽ 1 മിനിറ്റോളം കടന്നിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറമൊന്ന് മാറും. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം.
അതിലേക്ക് 1 ടീസ്പൂൺ ഇറച്ചി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം നല്ലതായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് കഴുകി നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത സോയാബീനാണ്. അതിനെ നമ്മൾ ഒന്നുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ റെഡിയാക്കി മസാലയിലേക്ക് ഇട്ട് ഇളകി കൊടുക്കാം. നന്നായി ഇതിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വരട്ടിയെടുക്കുകയാണ്. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ആ ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി 5 മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, നല്ലതാണ്. ഇനി അതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് റെഡിയായി. ഇവിടെ നമ്മുടെ സോയാബീൻ ചങ്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.